ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BEGS 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അല്ല, നമുക്കറിയാം, ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാഡ് എ ഡിസ്കഷൻ ഓൺ BEGS 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BEGS 102 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു BEGS 102 എന്ന ഈ ഒരു കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓരോ ബ്ലോക്കിലും ഏതൊക്കെ വർക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട ഒരു ബ്രീഫ് വീഡിയോ ആണ്, ഒരു ബ്രീഫ് ഡിസ്കഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഒരു കോഴ്സ് ഓവർവ്യൂ നോക്കാം. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു BEGS 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ അല്ലെ. അപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ക്ലാസിക്കൽ എന്ന് പറയുന്ന സമയത്ത് ട്രഡീഷണൽ ആണ്, ആൻഷ്യന്റ് വർക്കിനെയാണ്, അല്ലെങ്കിൽ ആൻഷ്യന്റ് ലാംഗ്വേജിൽ, ട്രഡീഷണൽ ലാംഗ്വേജിൽ എഴുതപ്പെട്ട വർക്കിനെയാണ് നമ്മൾ സാധാരണ ക്ലാസിക്കൽ എന്ന് പറയപ്പെടുന്നത്. അല്ല, നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചതാണ്, ഇന്ത്യൻ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ക്ലാസിക്കൽ ലാംഗ്വേജസ് ആയിട്ടുള്ള സാൻസ്ക്രിറ്റ്, പാലി അല്ലെ, ഇതുപോലെ ഉള്ള ചില ലാംഗ്വേജുകളിൽ എഴുതപ്പെട്ടിട്ടുള്ള വർക്കിനെയാണ് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് നോക്കാം എന്താണ് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അപ്പം ആൻഷ്യൻ യൂറോപ്യൻ ലാംഗ്വേജുകളിൽ എഴുതപ്പെട്ടിട്ടുള്ള വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അപ്പം ഏതൊക്കെയാണ് ആൻഷ്യൻ ക്ലാസിക്കൽ ലാംഗ്വേജുകൾ എന്നറിയപ്പെടുന്നത്? അതാണ് ഗ്രീക്ക് ആൻഡ് റോമൻ ലിറ്ററേച്ചറിനെയാണ് നമ്മൾ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്നത്. അപ്പം ഗ്രീക്ക് ലാംഗ്വേജിലും റോമിലുണ്ടായിരുന്ന ലാംഗ്വേജ് ആണ് ലാറ്റിൻ ലാംഗ്വേജ്. അപ്പം ഇങ്ങനെ ഗ്രീക്കിലും അതുപോലെ തന്നെ ലാറ്റിൻ ലാംഗ്വേജിലും എഴുതപ്പെട്ടിട്ടുള്ള വർക്കിനെയാണ് നമ്മൾ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ശ്രദ്ധിച്ചോളാം, ഈ ഒരു BEGS 101 ഡിസ്കസ് ചെയ്യുന്നത് യൂറോപ്യൻ ലിറ്ററേച്ചർ ആണ്. എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ആൻഡ് റോമൻ ലിറ്ററേച്ചറുകളാണ് ഈ ഒരു വർക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വർക്കും എക്സ്പ്ലോർ ചെയ്യുന്ന പ്രധാനപ്പെട്ട തീം നമ്മൾ നേരത്തെ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെയും ഫേറ്റ്, ഹീറോയിസം, ഐഡന്റിറ്റി ആൻഡ് ട്രാൻസ്ഫോർമേഷൻ അല്ലെ, ഈ സബ്ജക്റ്റുകളൊക്കെ തന്നെയാണ് കോമൺ ആയിട്ട് ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം, ഇതിന് ടോട്ടലി 4 ബ്ലോക്കുകളാണ് BEGS 101 നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ഫസ്റ്റ് ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഹോമേഴ്സ് ദി ഇലിയഡ്, അതുപോലെ തന്നെ സോഫോക്ലിസ് ഇഡിപ്പസ് റെക്സ്, മറ്റൊന്ന് പ്ലോട്ടസ് പോട്ട് ഓഫ് ഗോൾഡ്, അതുപോലെ തന്നെ ഹൊറസ് ആൻഡ് ഓവിഡ് അല്ലെ. ഹൊറസ് ആൻഡ് ഓവിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 2 റോമൻ റൈറ്റേഴ്സ് ആണ്, അവരുടെ ചില പോംസും ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം 4 ബ്ലോക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു വാട്ട് ഈസ് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. എന്താണ് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് നമുക്ക് നോക്കാം. European classical literature refers to the great works of literature from ancient Greek and Rome. അപ്പം ഫസ്റ്റ് ക്ലാസിക്കൽ എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്, നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത് ആൻഷ്യൻ ഗ്രീസിലും അതുപോലെ തന്നെ റോമിലും വന്നിട്ടുള്ള ലിറ്ററേച്ചറിനെയാണ്. ഓക്കെ, പിന്നെ മറ്റൊന്ന് മോസ്റ്റ്ലി റിട്ടൺ ഇൻ 18th BCE ആൻഡ് 500 ഈ ഒരു കാലയളവിൽ എഴുതപ്പെട്ടിട്ടുള്ള വർക്കിനെയാണ് നമ്മൾ സാധാരണ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് അണ്ടർ ദി ഗ്രീക്ക് ലിറ്ററേച്ചർ ആൻഡ് റോമൻ literature. These works are often studied for their artistic quality, deep ideas and historical values. അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ഒരു ഗ്രീക്ക് ലിറ്ററേച്ചറിനെ അതുപോലെ തന്നെ റോമൻ ലിറ്ററേച്ചറിനൊക്കെ ഒരു ഐഡിയൽ വർക്കുകളായിട്ടാണ് നമ്മൾ സാധാരണ അറിയപ്പെടുന്നത് അല്ല. ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും നിയോ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് വന്നിട്ടുണ്ട്. അത് നമ്മൾ പിന്നീട് ബ്ലോക്കുകളിൽ മീൻസ് നെക്സ്റ്റ് കോഴ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് നിങ്ങൾ ഇനീഷ്യലി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പം യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ ദാറ്റ് ഹാസ് റിട്ടൺ എവിടെയൊക്കെ ഇൻ ആൻഷ്യൻ ഗ്രീസ് ആൻഡ് റോം. ഓക്കെ, പിന്നെ എഴുതപ്പെട്ടതെന്നും നമ്മൾ പറയപ്പെടുന്നുണ്ട് 800 BCയും അതുപോലെ തന്നെ 500 CEക്കും ഇടയിലാണ് ഈ വർക്ക് എഴുതപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇനി ഓരോ വർക്കിൽ ഓരോ ബ്ലോക്കിലും ഏതൊക്കെ വർക്കുകളാണ് എഴുതപ്പെട്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ,
അപ്പം ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യുന്നത് ഹോമേഴ്സ് ദി ഇലിയഡ് ആണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു വർക്കിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ഹോമർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആൻഷ്യന്റ് ഗ്രീക്ക് പോയറ്റ് ആണ്, റോമൻ പോയറ്റ് അല്ല, ഗ്രീക്ക് പോയറ്റ് ആണ്. അതുപോലെ തന്നെ ഹി വാസ് ഫേമസ് ഫോർ ദി എപ്പിക് പോയം അല്ലെ, ഇദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു എപ്പിക് പോയമാണ് ദ ഇലിയഡ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു BGC 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ നമ്മൾ പറഞ്ഞ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ജോണറാണ് ഈ പറയുന്ന എപ്പിക് എന്ന് പറയുന്നത്. സെയിം ആണ് എവിടെയും യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിലും വരുന്നത്. അപ്പം ഇവിടെ ദി ഇലിയഡ് ആണ് റിട്ടൺ ബൈ ഹോമർ. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത, ദിസ് എപ്പിക് പോം ഡിസ്കസസ് ദി ട്രോജൻ വാർ. അപ്പം അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ഒരു വർക്ക്, ഈ ഒരു എപ്പിക് പോം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ട്രോജൻ വാർ ആണ്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ട്രോജൻ വാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ലെജൻഡറി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഗ്രീക്സ് ആൻഡ് ദി പീപ്പിൾ ഓഫ് ട്രോയ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പം ഈ ഒരു വർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ്? ട്രോജൻ വാർ ബാക്ക്ഗ്രൗണ്ടിലാണ്. നിങ്ങൾ ഓൾറെഡി ട്രോജൻ എന്ന പോലെ മൂവിയൊക്കെ ചില ആളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ട്രോജൻ വാർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് എ വാർ ഓർ എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഗ്രീക്കും അതുപോലെ തന്നെ ട്രോയ് അല്ലെ. ട്രോയ് എന്ന് പറയുന്നത് ഒരു സിറ്റിയാണ്, എ സിറ്റി ലൊക്കേറ്റഡ് ഇൻ വാട്ട് ഈസ് നൗ ടർക്കി അല്ലെ. ടർക്കിയിലുള്ള ഒരു സിറ്റിയാണ് ഈ പറയുന്ന ട്രോയ് എന്ന് പറയുന്നത്. അപ്പം ശ്രദ്ധിച്ചോളാം, ട്രോജൻ വാർ എന്ന് പറഞ്ഞാൽ 10 years കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് പോന്നിട്ടുള്ള അല്ലെങ്കിൽ 10 years ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു വാറാണ് ഈ പറയുന്ന ട്രോജൻ വാർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റോറി വന്നിട്ടുള്ളത് ഗ്രീക്ക് മിത്തോളജിയിൽ നിന്നാണ്. അപ്പം ഇതിനൊരു ഹിസ്റ്റോറിക്കൽ ബേസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ബട്ട് അവിടെ ചില ഹിസ്റ്റോറിക്കൽ എലമെന്റ്സും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. അപ്പം ഈ ഒരു എപ്പിക് ഏത് വാറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ട്രോജൻ വാറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് അക്വിലിസ് ആണ്, എ ഗ്രീക്ക് വാറിയർ അല്ലെ. നമുക്കറിയാൻ സാധിക്കും ഈ ഒരു ട്രോജൻ വാറിൽ ഒരുപാട് ഗ്രേറ്റ് വാറിയേഴ്സ് പങ്കെടുത്തിട്ടുണ്ട് അല്ലെ. 4 ഗ്രേറ്റ് വാറിയേഴ്സ് പങ്കെടുത്തിട്ടുള്ള ഒരു വാറാണ് ഈ പറയുന്ന ട്രോജൻ വാർ. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഗ്രേറ്റ് വാററാണ് അക്വിലിസ് അല്ലെ. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സ്റ്റോറി പ്രധാനമായിട്ടും റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരുമായിട്ടാണ്? ഈ ഒരു ഗ്രേറ്റ് വാറർ ആയിട്ടുള്ള അക്വിലിസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ഇതിൽ പ്രധാനപ്പെട്ട തീമുകൾ എന്ന് പറയുന്നത് ഹീറോയിസം, ആംഗർ, റിവെഞ്ച്, ഫേറ്റ്, ഗോഡ്, സ്ലേവ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഒരുപാട് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സുകൾ, ഗോഡിന്റെ ഒക്കെ ഇന്റർഫിയറൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്ലോറി ആൻഡ് ഡെത്ത് അല്ലെ. നമുക്ക് കാണാം ഈ ഒരു വോറൊക്കെ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഡെത്ത്, ഗ്ലോറി അല്ലെ, ഇതൊക്കെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട തീമുകളായിട്ട് ഈ ഒരു വർക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ തീമിനൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ രണ്ടാമത്തെ ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത് സോഫോക്ലിസ് ആണ്. നമുക്ക് കാണാൻ സാധിക്കും ഇഡിപ്പസ് റെക്സ്. ഈ ഒരു സ്റ്റോറി നിങ്ങൾ പല സ്ഥലങ്ങളിലും നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. ഇഡിപ്പസ് റെക്സ്, ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ടേം വരെ വന്നിട്ടുള്ളത് ഇഡിപ്പസ് റെക്സ് അല്ലെങ്കിൽ ഈ ഒരു സോഫോക്ലിസിന്റെ ഈ ഒരു ക്യാരക്ടറിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നുണ്ട് അല്ലെ, ഇഡിപ്പസ് റെക്സ്. അപ്പം നോക്കാം, സോഫോക്ലിസ് വാസ് വൺ ഓഫ് ദി 3 ഗ്രേറ്റ് ഗ്രീക്ക് ട്രജേഡിയൻ അല്ലെ. 3 ഗ്രേറ്റ് ട്രജേഡിയൻസ് പെട്ട ആളാണ് ഈ പറയുന്ന സോഫോക്ലിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹി വാസ് ഫേമസ് ഫോർ ട്രാജഡി അല്ലെ. ഇദ്ദേഹം ഫേമസ് ആവുന്നത് ഏതാണ്? ഈ പറയുന്ന ട്രാജഡിയോട് കൂടിയിട്ടാണ്. അപ്പം ഈ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്രെയിം ചെയ്തിട്ടുള്ളത് ബേസ്ഡ് ഓൺ ദി സ്റ്റോറി ഓഫ് ഇഡിപ്പസ് ദ കിങ് ഓഫ് തീബീസ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ഒരു സ്റ്റോറി അല്ലെ, ഇഡിപ്പസ് റെക്സ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നത് ദാറ്റ് വാസ് ബേസ്ഡ് ഓൺ ദി കിങ് ഓഫ് തീബീസ് അല്ലെ. അപ്പം അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. അപ്പം ഇതിൽ സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പ്ലോട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ പറയുന്ന കിങ് ഇഡിപ്പസ് എന്ന് പറയുന്നത് ഇദ്ദേഹം സ്വന്തം ഫാദറിനെ കൊല ചെയ്തിട്ട്, കിങ് ആണ് ഇഡിപ്പസിന്റെ ഫാദർ എന്ന് പറയുന്നത് കിങ് ആയിരുന്നു. അപ്പം ഈ ഒരു കിങ്ങിനെ കൊല ചെയ്ത് സ്വന്തം അമ്മയെ മാരി ചെയ്തിട്ടുള്ള ആളാണ് ഈ പറയുന്ന ഇഡിപ്പസ് അല്ലെ. ഇത് പിന്നീട് നമ്മൾ സ്റ്റോറി വളരെ രസകരമായിട്ടുള്ള ഒന്നാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇദ്ദേഹം സ്വന്തം ഫാദറിന്റെ കൊലയാളിയെ അന്വേഷിച്ചു പോകുന്നതും പിന്നീട് അദ്ദേഹം തിരിച്ചറിയുന്നതാണ് അദ്ദേഹം തന്നെയാണ് സ്വന്തം ഫാദറിനെ കൊല ചെയ്തതെന്നും സ്വന്തം അമ്മയെ തന്നെയാണ് അദ്ദേഹം മാരി ചെയ്തതെന്നും അദ്ദേഹം തിരിച്ചറിയാണ്. അങ്ങനെ അദ്ദേഹം സ്വന്തം കണ്ണുകളൊക്കെ എന്ത് ചെയ്യാണ്? കുത്തിപ്പൊട്ടിച്ച് ബ്ലൈൻഡ് ആക്കിയിട്ട് അദ്ദേഹം
സ്വന്തം രാജ്യത്ത് നിന്നും അദ്ദേഹത്തിന്റെ കിങ്ങിന്റെ ആ ഒരു പൊസിഷനൊക്കെ അദ്ദേഹം സാക്രിഫൈസ് ചെയ്ത് അദ്ദേഹം നാട് വിട്ടു പോകുന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സ്റ്റോറിയുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇഡിപ്പസ് റെക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇഡിപ്പസ് ഹി വാസ് എ കിങ് ഓഫ് തീബ്സ്, അദ്ദേഹത്തിന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഫെയ്റ്റ് ആണ്. ഫെയ്റ്റ് ആൻഡ് ഫ്രീ വിൽ. ഇത് നമുക്ക് കാണാം ഈ നേരത്തെ കാലത്ത് വരുന്ന അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ വന്നിട്ടുള്ള ട്രാജഡിയിലൊക്കെ തന്നെ ഫെയ്റ്റിന് ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം. നോളജ് ആൻഡ് ഇഗ്നറൻസ്, പ്രൈഡ്, ട്രാജിക് ഫ്ലോ അല്ലെ. ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു പിന്നെ ട്രാജഡിയുടെ ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ് ഈ പറയുന്ന ട്രാജിക് ഫ്ലോ അല്ലെങ്കിൽ ഹമർഷ്യ എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ പിന്നീട് ട്രാജഡി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യും. ബ്ലോക്ക് നമ്പർ 3 പ്ലോട്ടേഴ്സ് പോട്ട് ഓഫ് ഗോൾഡ് അല്ലെ. അപ്പം ഇത് പ്ലോട്ടേഴ്സിന്റെ ഇദ്ദേഹം ഒരു റോമൻ പ്ലേ റൈറ്റ് ആണ്. അതും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചുകൂടാ. ഓക്കെ, ബ്ലോക്ക് നമ്പർ 3 പ്ലോട്ടേഴ്സ് പോട്ട് ഓഫ് ഗോൾഡ് അല്ലെ. അപ്പം ഇദ്ദേഹം ഒരു റോമൻ കൊമേഡിയൻ ആണ്, കോമഡി റൈറ്റർ ആണ് ഈ പ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. അപ്പം ഈ ഒരു പോട്ട് ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമഡി അബൌട്ട് എ മൈസർ നെയിംഡ് യൂക്ലിയോ. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് സ്റ്റോറി അല്ലെങ്കിൽ ഈ പോട്ട് ഓഫ് ഗോൾഡ് എന്ന് പറയുന്ന ഈ ഒരു കോമിക് വർക്കിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു മൈസർ ആയിട്ടുള്ള യൂക്ലിയോ ഹു ഫൈൻഡ്സ് എ പോട്ട് ഓഫ് ഗോൾഡ് ആൻഡ് ബിക്കംസ് ഒബ്സെസ്ഡ് വിത്ത് പ്രൊട്ടക്ടിങ് ഇറ്റ് അല്ലെ. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ഗോൾഡിന്റെ ഒരു പോട്ട് ലഭിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഈ ഒരു ഗോൾഡിന്റെ പോട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ത്രൂ ഔട്ട് ലൈഫിൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നതാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്ട്രഗിൾ കാണുന്ന ഓഡിയൻസിന് ഉണ്ടാക്കുന്ന ഒരു കോമിക് ഇമ്പാക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് ആളുകളിൽ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്നത് സംസാരിക്കുന്നത് about a miser who named Euclio, who finds a pot of gold and become obsessed with protecting it. അദ്ദേഹം ആ ഒരു ഗോൾഡിന്റെ പോട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വർക്കിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന തീമുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഗ്രീഡ് ആൻഡ് ഫൂളിഷ്നെസ് അല്ലെ. അദ്ദേഹം ആ ഒരു ഗോൾഡ് അല്ലെ പോട്ട് അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ഗ്രീഡിനെസ് ആണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ ലവ് ആൻഡ് ഫാമിലി റിലേഷൻസ് അല്ലെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി റിലേഷൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത്തരത്തിൽ വരുന്ന അതുപോലെ തന്നെ സോഷ്യൽ സെറ്റയർ ആണ് അല്ലെ. ശരിക്കും ഇത് കളിയാക്കാണ് ആരാണോ ഈ ഒരു അല്ലെ വെൽത്തിന്റെ പിന്നാലെ ഗ്രീഡി കാണിച്ചു പോകുന്നത് അവരൊക്കെ ഒരു കളിയാക്കുന്ന രൂപത്തിലുള്ള ഒരു സോഷ്യൽ സെറ്റയറും കൂടിയാണ് ഈ പറയുന്ന ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് പോട്ട് ഓഫ് ഗോൾഡ് റിട്ടൺ ബൈ പ്ലോട്ടസ്. ഇനി ഫൈനൽ ലാസ്റ്റ് ബ്ലോക്ക് ആണ് നമുക്ക് നോക്കാം. ബ്ലോക്ക് നമ്പർ 4 ഹൊറസ് ആൻഡ് ഓവിഡ് അല്ലെ. അപ്പം ഹൊറസ് ആൻഡ് ഓവിഡ് നോക്കാം നമുക്ക്. ഹൊറസ് ആൻഡ് ഓവിഡ് അല്ലെ. അപ്പം ഇവര് റോമൻ റൈറ്റേഴ്സ് ആണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചുള്ള ഹൊറസ് ആൻഡ് ഓവിഡ്. അപ്പം ഹൊറസിനെ നോക്കാം നമുക്ക്. ഹൊറസ് lived during the time of Emperor Augustus in Rome അല്ലെ. റോമില് അഗസ്റ്റസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അഗസ്റ്റസ് സീസർ അല്ലെ. ഈ ഒരു റോമൻ കാലഘട്ടത്തിലെ വളരെ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ അഗസ്റ്റസ് എന്ന് പറയുന്നത്. ഈ അഗസ്റ്റസ് കാലഘട്ടത്തിലാണ് ഈ ഹൊറസ് എന്ന് പറയുന്ന പോയറ്റ് വന്നിട്ടുള്ളത്. ഹി വാസ് എസ്പെഷ്യലി ഫേമസ് ഫോർ ഹിസ് പോയംസ് കോൾഡ് ഓഡ്സ്, സെറ്റയർ ആൻഡ് എപ്പിസ്റ്റൽസ്. അപ്പൊ എഴുതപ്പെട്ടിട്ടുള്ള ടൈപ്പ് ഓഫ് പോയംസ് ആണ് ഏതൊക്കെ ഈ ഓഡ്സും അതുപോലെ തന്നെ സെറ്റയേഴ്സും ആൻഡ് എപ്പിസ്റ്റൽസ്. അപ്പം ഈ ഒരു ഫീൽഡിലൊക്കെ ആയിരുന്നു ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് ഇദ്ദേഹം പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹത്തിന്റെ വർക്കിലൊക്കെ റിഫ്ലക്ട് ചെയ്തിട്ടുള്ള ഒരു തീമായിരുന്നു കാർപീഡിയം, സീസ് ദ ഡേ. കാർപീഡിയം മീൻസ് നമ്മൾ മോഡേൺ കാലഘട്ടത്തിൽ നമ്മുടെ ന്യൂജൻ നമ്മൾ പറയാറുണ്ട് അവർ ഫോളോ ചെയ്യുന്ന ഒരു പിന്നെ അവരുടെ ഒരു പോളിസിയാണ് ഈ പറയുന്ന കാർപീഡിയം അല്ലെ. സീസ് ദ ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ടുമോറോ വി ആർ ഗോയിങ് ടു ഡൈ, ടുഡേ വി ഹാവ് ടു എൻജോയ് മാക്സിമം എന്ന് പറയുന്ന പോളിസിക്കാണ് നമ്മൾ സീസ് ദ ഡേ എന്ന് പറയുന്നത് അല്ലെ. എൻജോയ് ദ ലൈഫ് വൈൽ യു ക്യാൻ അല്ലെ. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു തീമാണ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് സിംപ്ലിസിറ്റി.
അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഹൊറസിനെ മറ്റൊരു പ്രത്യേക ഇദ്ദേഹത്തിന്റെ പോയത്തിലൊക്കെ തന്നെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ ഫിലോസഫി ആയിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയറ്റ് ആണ് നോക്കുക നിങ്ങൾ, ഓവിഡ്, നോൺ ഫോർ മെറ്റമോർഫോസിസ് ആൻഡ് അമോറസ്. അപ്പം ഇദ്ദേഹത്തിന്റെ 2 വർക്കുകളാണ്. ഏതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെ? മെറ്റമോർഫോസിസ് ആൻഡ് ദെൻ അമോറസ്. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിന്റെ വർക്കിലുള്ള പ്രധാനപ്പെട്ട തീമുകൾ എന്ന് പറയുന്നത്, ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് മാറ്റേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നോക്ക് നിങ്ങൾ, ലവ് ആൻഡ് ഡിസയർ, മൈത്തോളജി, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ച്. അല്ലെ, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പോയട്രിയിൽ നമുക്ക്, പോയത്തിലും ഇദ്ദേഹത്തിന്റെ വർക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ ഹൊറസിന്റെയും ഓവിഡിന്റെയും ഒക്കെ ചില സെലക്റ്റഡ് ആയിട്ടുള്ള വർക്ക്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് ഒരു ബ്ലോക്ക് നമ്പർ 4 ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വർക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഗ്രീക്ക് ആൻഡ് റോമൻ ലിറ്ററേച്ചറുകളാണ് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ഇവിടെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ www.literadu.com അതുപോലെ തന്നെ www.ignoclasses.in ഈ 2 വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് നമ്മുടെ പല കോഴ്സുകൾക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.